ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോന ഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ജൂലൈ 9 നടക്കുന്ന പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് AIKS, KSKTU എന്നിവയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ പ്രകടനം നടത്തി. MR രതീഷ്, RK പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. MV ശശി, P സന്തോഷ്, KS ദിലീഷ്, M കുഞ്ഞിക്കണ്ണൻ, NK തമ്പാൻ എന്നിവർ നേതൃത്വം നൽകി. വ്യാപകമായി നടക്കുന്ന പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കർഷകരും കർഷക തൊഴിലാളികളും എല്ലാം ഇങ്ങനെ സംയുക്തമായി ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രകടനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ രാജ്യത്തെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധിയായിട്ടുള്ള പ്രചരണ പരിപാടികൾ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 11 വർഷക്കാലമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ സമീപനം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലേബർ കോഡ് ഉൾപ്പെടെ, ആ തൊഴിലാളികളെ ആകെ ബാധിക്കുന്ന ലേബർ കോഡ് ഉൾപ്പെടെ നടപ്പിലാക്കാൻ ഉള്ള ശ്രമം നടത്തുന്ന ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾക്കെതിരായിക്കൊണ്ടാണ് ഈ പണിമുടക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പണിമുടക്ക് മുൻപൊരു ദിവസത്തിലായിരുന്നു തീരുമാനിച്ചത്. രാജ്യത്ത് ഒരു യുദ്ധസമാനമായ സാഹചര്യം നിൽക്കുന്ന ഘട്ടത്തിലാണ് തൊഴിലാളികൾ ആ പണിമുടക്ക് മാറ്റിവെക്കാൻ വേണ്ടി നിർബന്ധിതരായത്. അങ്ങനെയാണ് ഈ ജൂലൈ മാസം 9-ാം തീയതി ആ പണിമുടക്ക് നടത്തണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് രാജ്യത്തെ കർഷകരെയും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കർഷകരെയും തൊഴിലാളികളെയും എല്ലാം അടിച്ചമർത്താനും വലിയ ശതകോടീശ്വരന്മാരായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് എല്ലാ നികുതി ഇളവുകളും നൽകാൻ, അവർക്ക് തടിച്ചു കൊഴുക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്താകമാനം തൊഴിലാളികൾ പണിമുടക്കിക്കൊണ്ട് ഒരു പണിമുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആഹ്വാനം ചെയ്യാൻ ഇടയായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഒരു തൊഴിൽ നിയമ ഭേദഗതി കൊണ്ടുവരികയാണ്. ആ തൊഴിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ തൊഴിലാളികളെ അടിമകളാക്കി വെച്ചുകൊണ്ട്, പഴയ കാലത്ത് രാജഭരണം ഉണ്ടായിരുന്ന കാലത്തേതുപോലെ, ജന്മിത്വം നാടുവാഴിത്വം ഉണ്ടായിരുന്നതുപോലെ, ആ കാലഘട്ടത്തിലേതുപോലെ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് അടിമകളാക്കി വെച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നിലയിലേക്കാണ് ഈ തൊഴിൽ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധ നിര തൊഴിലാളി ഐക്യത്തിന്റെ ഭാഗമായി കർഷക തൊഴിലാളി മുന്നണികൾ, ഇതര തൊഴിലാളി വിഭാഗങ്ങൾ ആകെ ഒത്തുചേർന്നുകൊണ്ട് ഈ രാജ്യത്ത് ഒരു വലിയ സമരത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോന ഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.